ബി അശോകിന്റെ നിയമനത്തിൽ സംസ്ഥാന സർക്കാരിന് വീണ്ടും തിരിച്ചടി. സ്റ്റേ ചെയ്ത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ് ഇദ്ദേഹത്തിന്റെ പുതിയ സ്ഥാനമാറ്റം സ്റ്റേ ചെയ്തിരിക്കുന്നത്. പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വകുപ്പിലേക്ക് മാറ്റിയ ഉത്തരവാണിപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സംസ്ഥാന സർക്കാരിന് ബി അശോകിന്റെ നിയമനത്തിൽ വീണ്ടും തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഇത്തവണ തിരിച്ചടി ഉണ്ടായത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്നാണ്. പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വകുപ്പിലേക്കായിരുന്നു ബി അശോകിനെ മാറ്റിയിരുന്നത്. കൃഷി വകുപ്പിൽ നിന്ന് പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വകുപ്പിലേക്ക് മാറ്റിയ നടപടിയാണ് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തള്ളിയിരിക്കുന്നത്. അഹമ്മദ് മുസ്തഫ വിശദാംശങ്ങൾ. മുസ്തഫ, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു നടപടിയാണിത്? നേരത്തെ തന്നെ കൃഷി വകുപ്പിൽ നിന്ന് മാറ്റിയ ഉത്തരവ് അദ്ദേഹം ചോദ്യം ചെയ്ത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ എറണാകുളം ബെഞ്ചിനെ സമീപിച്ചിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് അന്നൊരു സ്റ്റേ നൽകിയതാണ്. ആ സ്റ്റേ നിലനിൽക്കെയാണ് ഇന്നലെ വൈകിട്ട് അദ്ദേഹത്തെ വീണ്ടും പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് വകുപ്പിലേക്ക് അതിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി സ്ഥലം മാറ്റിയ ഒരു ഉത്തരവ് വരുന്നത്. ഇന്നലെ തന്നെ ഈ കേന്ദ്ര ട്രൈബ്യൂണലിന്റെ ഉത്തരവ് മറികടന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഈ കേസ് നിലവിൽ തന്നെ ഇന്ന് പരിഗണിക്കാൻ വേണ്ടി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ പരിഗണനയിൽ ലിസ്റ്റ് ചെയ്തൊരു കേസാണ്. ഈ വിഷയം വന്നപ്പോൾ തന്നെ അഭിഭാഷക കൃത്യമായി തന്നെ ഈ വിഷയം കോടതിയിൽ ഉന്നയിച്ചു. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഒരു സ്റ്റേ, നേരത്തെയുള്ള ഒരു സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേ നിലനിൽക്കെ തന്നെ അത് മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നടപടിയെന്ന് കൃത്യമായി തന്നെ കോടതിയെ ഉന്നയിച്ചു. അതുകൊണ്ടാണ് അത് നടപ്പാക്കുന്നത് ഡിഫർമെന്റ് ആണ്. തൽക്കാലത്തേക്ക് അത് നടപ്പാക്കുന്ന ഒരു സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. എന്തായാലും ഈ വിഷയത്തിൽ മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികളും പരിഗണിച്ച് 23-ന് ഈ കേസിൽ അന്തിമ വാദം കേൾക്കാനിരിക്കുകയാണ്. ഇപ്പോൾ റദ്ദായിരിക്കുന്നു. അദ്ദേഹത്തിന് കൃഷി വകുപ്പിലേക്ക് തിരിച്ചു പോകാമെന്നാണോ, അതോ രണ്ടുമില്ലാതെ ഇനിയൊരു തീരുമാനം വരുന്നത് വരെ ഇടയിൽ നിൽക്കേണ്ടി വരും, അങ്ങനെയാണോ? അദ്ദേഹത്തിന് കൃഷി വകുപ്പിൽ തന്നെ തുടരാം. അതായത് സംസ്ഥാന സർക്കാരിന്റെ നടപടികൾ നടപ്പാക്കുന്നത് തടയുകയാണ് കോടതി ചെയ്തിരിക്കുന്നത്, ട്രൈബ്യൂണൽ ചെയ്തിരിക്കുന്നത്. അതായത് നിലവിൽ ഏത് സ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കുന്നത് ആ സ്ഥാനത്ത് തന്നെ തുടരാം. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നേരത്തെ മറ്റൊരു വകുപ്പിലേക്ക് മാറ്റിയത് സ്റ്റേ ചെയ്തപ്പോൾ അദ്ദേഹം കൃഷി വകുപ്പിൽ തുടർന്നതുപോലെ തന്നെ ഇപ്പോൾ P&ARDയിലേക്ക് പോകേണ്ടതില്ല. അദ്ദേഹത്തിന് നിലവിൽ തുടരുന്ന കൃഷി വകുപ്പിൽ തന്നെ തുടരാം എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ഓർഡർ റദ്ദു ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അത് നടപ്പാക്കുന്നത് ഡെഫർ ചെയ്തുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ കൃഷി വകുപ്പിൽ അദ്ദേഹം നിലവിൽ ഈ സ്റ്റേ 2 വകുപ്പുകളിലേക്ക് സ്ഥലം മാറ്റപ്പെടുമ്പോഴും അദ്ദേഹം കൃഷി വകുപ്പിൽ തന്നെയായിരുന്നു. ടൂറിസം വകുപ്പായാലും ഇപ്പോഴുള്ള P&ARD വകുപ്പായാലും സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യാൻ ഹയർ അതോറിറ്റി ഉണ്ടോ? ഇനി സർക്കാർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും മുസ്തഫ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ച നടപടിക്രമങ്ങൾ കോടതിയിൽ വിശദീകരിക്കുക, അതിന്റെ വാലിഡിറ്റി ഈ ട്രൈബ്യൂണലിൽ പറയുക, അത് കൃത്യമായി തന്നെ ട്രൈബ്യൂണലിൽ ബോധ്യപ്പെടുത്തുക എന്നൊരു നടപടി മാത്രമാണ് സർക്കാരിനെ സംബന്ധിച്ച് ഇനിയിപ്പോ മുമ്പിലുള്ളത്. അതിപ്പോ തൊട്ടടുത്ത ദിവസം 23-ന് ഇതിന് അന്തിമവാദത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട്. എറണാകുളം ബെഞ്ചിൽ തന്നെയാണ് ഈ വാദം നടക്കുക. അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ വാദം കേട്ട ശേഷമായിരിക്കും ഇതിലൊരു അന്തിമ ഉത്തരവ്. അത് എന്നത്തേക്കാണ് ഉണ്ടാവുക എന്നറിയില്ല. കേസ് എന്തായാലും 23-ാം തീയതി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 23-ന് സംസ്ഥാന സർക്കാരിന്റെ ഒബ്ജക്ഷൻ കൃത്യമായി തന്നെ ട്രൈബ്യൂണലിൽ അറിയിക്കാൻ കഴിയും. എന്തൊക്കെയാണ് സ്വീകരിച്ച നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ച് ഇങ്ങനെ നേരത്തെയുള്ള സ്ഥലമാറ്റത്തിൽ അതിൽ കൃത്യമായി തന്നെ താൻ അതിനകത്ത് ഉൾപ്പെട്ട ഒരു മെമ്പർ അല്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, മാത്രമല്ല നടപടിക്രമങ്ങൾ പാലിച്ചല്ല സ്ഥലമാറ്റം. ആ ബോർഡിലേക്ക് തന്നെ ചെയർമാനായി നിയമിച്ച ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിച്ച നടപടി തന്നെ ചോദ്യം ചെയ്തിരുന്നു. അങ്ങനെ നടപടിക്രമങ്ങൾ പാലിക്കാത്ത തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് അശോകിന്റെ വാദം. അതിനെ കൗണ്ടർ ചെയ്യുന്ന കൃത്യമായ വാദങ്ങൾ സംസ്ഥാന സർക്കാരിനോ ട്രൈബ്യൂണലിന് മുന്നേ ഉന്നയിക്കാം. പക്ഷേ ചട്ടങ്ങൾ അനുസരിച്ച്, സർവീസ് ചട്ടങ്ങൾ അനുസരിച്ച് ഇതൊക്കെ ബാധകമായിട്ടുണ്ടോ എന്നതായിരിക്കും ട്രൈബ്യൂണൽ ഏറ്റവും വിശദമായി തന്നെ പരിശോധിക്കുക. അതിനുശേഷം 23-ന് അന്തിമവാദം നടന്നതിന് ശേഷം എന്തായാലും ഈ വിഷയത്തിൽ ട്രൈബ്യൂണലിന്റെ അന്തിമ ഉത്തരവുണ്ടാവും. അതുവരെ ഇപ്പോൾ കൃഷി വകുപ്പിൽ തുടരുന്ന, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന അതേ വകുപ്പിൽ തന്നെ അശോകിന് തുടരാം. സൈഫുദ്ദീൻ.